ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി കൈമാറി. മലയാള സിനിമാ മേഖലയെ കാലത്തിനൊത്ത് നവീകരിക്കുന്നതിന് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചു. രാജ്യത്ത് UPI പണമിടപാടുകളിൽ റെക്കോർഡ് വർധന. കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മത്സരിക്കുന്നു. വാർത്തകൾ വിശദമായി. കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വാരാണസിയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചതെന്നും അവയെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमारी सरकार निरंतर किसानों की खुशहाली के लिए काम कर रही. आज PM किसान सम्मान निधि सरकार के पक्के इरादों का उदाहरण बन चुकी है. PM किसान सम्मान निधि बिना ब्रेक के जारी है. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡുവിലൂടെ 9.7 കോടി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 20,500 കോടിയിലേറെ രൂപയാണ് കൈമാറുക. 2,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ജൽ ജീവൻ ദൌത്യത്തിലൂടെ ആവിഷ്കരിച്ച 47 ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിച്ചു. കർഷകരുടെ താൽപര്യങ്ങൾക്കെതിരായി രാജ്യം ഒരു കരാറിലും ഏർപ്പെടില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. PM കിസാൻ പദ്ധതിയുടെ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ പറ്റ്നയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് വിപണിയിൽ ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പദ്ധതികളിൽ കാലോചിതമായ മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ UN ഗ്ലോബൽ കപ്പാസിറ്റി ബിൽഡിംഗ് ഇനിഷ്യേറ്റീവിന് കീഴിൽ 4 വികസന പദ്ധതികളുടെ ആദ്യഘട്ടത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ആഗോള ഭക്ഷ്യ പദ്ധതിയുടെ സഹായത്തോടെ നേപ്പാളിൽ അരി വിതരണം നടത്തുന്നതിനും വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണ നൽകുക, യുനെസ്കോ പിന്തുണയോടെ ദക്ഷിണ സുഡാനിൽ തൊഴിൽ പരിശീലനം നൽകുക തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടത്തുക. ജാതീയമായ വേർതിരിവ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഗ്രാമങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ ഒഴിവാക്കുന്നതിന് നടപടിയെടുക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഭരണഘടനാ മൂല്യങ്ങളായ സമത്വവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സുപ്രധാന നീക്കമാണ് ഇത്. ഇത്തരം പേരുകൾ ഉപയോഗിക്കുന്നതിനെതിരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തപാൽ, നഗരവികസന, പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് നോട്ടീസ് അയച്ചു. കേരളം, ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിനകം ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയെ കാലത്തിനൊത്ത് നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിന് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമ നയരൂപീകരണത്തിനായുള്ള കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാള സിനിമയുടെ സർവതല സ്പർശിയായ വളർച്ചയ്ക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ്. നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗവുമായി ഇഴചേർന്ന് കിടക്കുന്ന മലയാള സിനിമാ ലോകത്തെ കാലത്തിനൊത്ത് നവീകരിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും ഏറെ അനിവാര്യമാണ്. അതിനുതകുന്ന ഒരു ചുവടുവെപ്പാണ് ഈ കോൺക്ലേവ്. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് സാംസ്കാരിക ഊർജ്ജം നൽകുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ സജി ചെറിയാൻ, V ശിവൻകുട്ടി, ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, സുഹാസിനി, ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസം നീണ്ടുനിൽക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ 9 വിവിധ വിഷയങ്ങളിലായുള്ള പാനൽ ചർച്ചകൾ നടക്കും. കോൺക്ലേവിൽ രൂപീകരിക്കുന്ന സിനിമാ നയം സർക്കാരിന് സമർപ്പിക്കും. ജമ്മുകശ്മീരിൽ കുൽഗാം ജില്ലയിൽ ഇന്ന് രാവിലെ സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യം സംബന്ധിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം സൈന്യവും ജമ്മുകശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്.
രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനത്തിൽ ഈ മാസം 16 മുതൽ അടുത്ത മാസം 14 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ചകളിൽ പ്രവേശനം ഉണ്ടാകില്ല. സന്ദർശകർക്ക് visit.rashtrapatibhavan.gov.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലൂടെ ഓൺലൈനായും രാഷ്ട്രപതി ഭവന്റെ ഗേറ്റ് നമ്പർ 35 സമീപമുള്ള ബുക്കിംഗ് സംവിധാനം വഴിയും നേരിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. പ്രവേശനം സൌജന്യമാണ്. രാജ്യത്ത് UPI പണമിടപാടുകളിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ മാസം UPIയിലൂടെ 1947 കോടി ഇടപാടുകൾ നടത്തി. 25.1 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഇടപാടുകളാണ് നടന്നത്. UPI പ്ലാറ്റ്ഫോമിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ ഇടപാടാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ 73 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേഷൻ ഡയറക്ടർക്ക് അധികാരം നൽകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സ്റ്റേഷനുകൾക്ക് പുറത്ത് വിശാലമായ മേൽപ്പാലങ്ങളും സ്ഥിരം ഹോൾഡിംഗ് ഏരിയകളും സൃഷ്ടിക്കുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം അറിയിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു. NIA കോടതിയുടേതാണ് വിധി. പ്രത്യേക ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ NIA കോടതി ഇന്നലെ വാദം കേട്ടിരുന്നു. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ M. സ്മിതി. എറണാകുളം, ഇടുക്കി, തൃശൂർ, ആലപ്പുഴ ജില്ലകൾക്കായി ശനിയാഴ്ചയും എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കായി ഞായറാഴ്ചയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 7 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത. കേരള തീരത്ത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. രാജ്യത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ, പശ്ചിമബംഗാൾ, സിക്കിം സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹി, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടുന്നു. അതേസമയം മറ്റൊരു സെമിയിൽ ഇന്ത്യൻ താരം തരുൺ മന്നേപ്പള്ളി മലേഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ടിരുന്നു. ലണ്ടനിലെ ഓവലിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെതിരെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 52 റൺസിന്റെ ലീഡുമായി 2 വിക്കറ്റിന് 75 റൺസ് എന്ന നിലയിലാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കാനിരിക്കുന്ന അറ്റ് ഹോം റിസപ്ഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായുള്ള ഔദ്യോഗിക ക്ഷണക്കത്ത് ഇന്ത്യൻ തപാൽ വകുപ്പ് ലക്ഷദ്വീപിലെ മുതിർന്ന നഴ്സായ ഹിന്ദുംബിയുടെ കവരത്തി ദ്വീപിലെ വീട്ടിലെത്തി കൈമാറി. 2022-2023 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവ് കൂടിയായ നഴ്സ് ഹിന്ദുംബിയുടെ സുദീർഘമായ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രശംസിച്ചിരുന്നു. റഷ്യയിലെ കൂറിൽ ദ്വീപുകളുടെ കിഴക്കുഭാഗത്ത് ഇന്നലെ രാത്രി 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇന്ത്യൻ സമയം 11:50 32 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ 8.8 തീവ്രതയുള്ള ഭൂകമ്പത്തിന് ശേഷം റഷ്യയ്ക്ക് സമീപം 125 തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു പ്രധാനമന്ത്രി കൈമാറി. മലയാള സിനിമാ മേഖലയെ കാലത്തിനൊത്ത് നവീകരിക്കുന്നതിന് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചു. രാജ്യത്ത് UPI പണമിടപാടുകളിൽ റെക്കോർഡ് വർധന. കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മത്സരിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.